ദൈവത്തിൻ്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാട്ടെ. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 5-ാം അധ്യായം നമുക്ക് അതിൻ്റെ 8-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണത്. നമുക്കറിയാം, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന നമ്മെ എന്ത് ചെയ്തു? തൻ്റെ പുത്രനിലൂടെ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്ന്, ഒന്നുകൂടെ പറഞ്ഞാൽ സ്വന്തം പുത്രനെ ആദരിക നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്ന് നമ്മെ രക്ഷിച്ചതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം. ഇന്ന് ചിലർ പറയുന്നുണ്ട്, നമ്മൾ ജനിച്ചപ്പം ദൈവം നമ്മുടെ തലയിൽ വരച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ ചിലർ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് സത്യവേദ പുസ്തകം 66 പുസ്തകം പഠിച്ചാലും നമുക്ക് അങ്ങനെ ഒരു ദൈവത്തെ അല്ല നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന കേട്ട്, നമ്മുടെ യാചന കേട്ട്, നമ്മുടെ അഭയയാചന കേട്ട് ദൈവം തൻ്റെ തീരുമാനങ്ങളെ മാറ്റി നമ്മോട് കരുണ കാണിക്കുന്ന, നമ്മോട് ദയ കാണിച്ച് നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1,20,000 പരം വരുന്ന നിനവേലെ ജനത്തെ അവരുടെ അകൃത്യ നിമിത്തം ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. എന്നാൽ ആ യോനായുടെ പ്രസംഗം കേട്ട്, ദൈവം അയച്ച പ്രവാചകനായ യോനായുടെ പ്രസംഗം കേട്ടപ്പോൾ ആ രാജാവ് ഉൾപ്പെടെ മൃഗങ്ങൾ ഉൾപ്പെടെ സകലരും എന്ത് ചെയ്തു? അനുതപിച്ച് രട്ടിലും വെണ്ണീരിലും ഇരുന്നും ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, അവർ മാനസാന്തരപ്പെട്ടപ്പോൾ, അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുമാറിയെന്ന ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പം ദൈവം അവർക്ക് വരുത്തുമെന്ന് വന്ന അനർത്ഥങ്ങളിൽ ദൈവം അനുതപിപ്പാനിടയായി തീർന്നു. ആ അനർത്ഥം അവർക്ക് വരുത്തിയതുമില്ല. കാരണം എന്താ? നമ്മുടെ ദൈവം ആ പ്രാർത്ഥനയും അപേക്ഷയും കേട്ട് നമ്മൾ ദുർമാർഗം വിട്ട് തിരിയുമ്പോൾ നമ്മെ രക്ഷിക്കുന്ന, നമ്മോട് മനസ്സലിവ് കാണിക്കുന്ന, ദയ കാണിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. മോശയോട് ദൈവം പറയുന്നു, ഈ ജനത്തിൻ്റെ ദുശാഠ്യ നിമിത്തം, അവിശ്വാസ നിമിത്തം, അകൃത്യ നിമിത്തം എന്തു ചെയ്യും? ഞാൻ ഈ ജനത്തെ നശിപ്പിച്ച് കളയാൻ പോവുകയാണെന്ന് പല പ്രാവശ്യം മോശയോട് ദൈവം പറഞ്ഞതാണ്. എന്നാൽ മോശ ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ സന്നിധി നെടുമ്പാട് വീണ് കരഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ ജനത്തിന് വരുത്തുമെന്ന് പറഞ്ഞ ആ ശിക്ഷ, അല്ലെങ്കിൽ ആ ദൈവത്വം ആ ജനത്തോട് അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവം എന്ത് ചെയ്തു? അനുദപിച്ച് അവരോട് ദയ കാണിച്ച് ആ ജനത്തെ വീണ്ടും വിടുവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം എന്താ? നമ്മുടെ ദൈവം കരുണയും കൃപയും മനസ്സലിവുമുള്ള ദൈവമാണ്. അവൻ അനർത്ഥങ്ങളെക്കുറിച്ച് അനുദപിക്കുന്ന ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോവേൽ പറയുന്ന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരിവിൻ എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥങ്ങളെക്കുറിച്ച് അനുദപിക്കും എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ദൈവം എന്തിനാ അനർത്ഥങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നത്? മനുഷ്യൻ്റെ തെറ്റുകളെ ക്ഷമിച്ച്, നമ്മൾ പാപികൾ, അത് നമ്മൾ വായിച്ച വാക്യത്തിൽ അതാണ് നമുക്ക് കാണുന്നത്. നമ്മൾ കൊടുമ്പാപികളായിരിക്കാം. ദൈവത്തോട് ശത്രുത ഉണ്ടായിരുന്നപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം എന്ത് ചെയ്തു? നമ്മെ സ്നേഹിച്ച എങ്ങനെ സ്നേഹിച്ചു? തൻ്റെ പുത്രനെ നമുക്ക് തന്ന് നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തെ നമ്മളൊന്ന് ഓർക്കണം. നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വരുമ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, വചനം പറയുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യം സ്വത്വത്തോ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവിളെയും ക്രിസ്തുവേശുവിൽ കാക്കും. എന്ന് വെച്ചാൽ ദൈവം നമ്മെ നശിപ്പിക്കാനോ നമ്മളെ ഇല്ലാതെയാക്കാനോ ഒന്നും അല്ല സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നത്.
നമ്മൾ റോമാലേഖനം 8-32 തിരുവനന്തപുരം വരുമ്പോൾ അവിടെ നമ്മൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന കർത്താവ്, ആ കർത്താവിനോടുകൂടി നമ്മൾ സകലതും തരാതെ ഇരിക്കുമോ? നമ്മെ തള്ളിക്കളയുമോ? നമ്മെ ശപിക്കുമോ? അല്ലെ നമ്മെ നശിപ്പിച്ച് കളയുമോ? നമ്മുടെ ദൈവം സ്നേഹമാണ്, കരുണയുള്ളവനാ, മനസ്സലിവുള്ളവനാ, ദയയുള്ളവനാ. നമ്മൾ ബലഹീന പാത്രം, അല്ലെങ്കിൽ നമ്മൾ നിസ്സാരമെന്ന് ബലഹീനരെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം നമ്മോട് അനുതപിപ്പാനും അല്ലെങ്കിൽ നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനും ഒക്കെ ദൈവം നമുക്ക് അവസരം തരുന്നുണ്ട്. വചനം പറയുന്നത് നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ മഹാപാവങ്ങളും ഒക്കെയാണ്. എന്നാൽ ദൈവത്തോട് മാനസാന്തരപ്പെട്ട് നിലവിളിച്ച് കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? നമ്മെ വിടുവിക്കും. യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്കിൽ വരുമ്പോൾ അവിടെ പറയുക, നിങ്ങളുടെ പാവങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ സകല പാവവും പോക്ക് നിങ്ങളെ ശുദ്ധീകരിക്കാൻ മതിയായവനാണ്. അവൻ സകല അകൃത്യങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കാൻ മതിയായ ദൈവമാണെന്ന് നമുക്ക് അവിടെ 9-ാം വാക്യത്തിൽ നമുക്ക് യോഹന്നാൻ 1:9 നമുക്ക് ആ വാക്യം അങ്ങനെ കാണുവാൻ സാധിക്കും. കാരണം എന്താ? നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന മഹാസ്നേഹം. അഥവാ നമ്മൾ അതിക്രമങ്ങളിലും പാവങ്ങളിലും മരിച്ചു കിടന്ന് നിങ്ങളെ എന്ത് ചെയ്യുന്ന അവിടെ നമ്മൾ എഫേസ്യ ലേഖനം 2-1 വാക്കിലും 5 വാക്കിലും കാണുന്നത് നമ്മളെ ക്രിസ്തുവിനോട് ഉയർപ്പിച്ച്, ക്രിസ്തുവിനോട് ജീവിപ്പിച്ച്, ക്രിസ്തുവിനോട് നമ്മളെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് തിരുവചനം പറയാം. അപ്പം നമ്മുടെ ദൈവത്തെ നമ്മൾ മറ്റുള്ളവർ പറയുന്ന പോലെ അന്ധമായി വിശ്വസിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ദൈവം നമ്മെ നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ ദൈവം നമ്മളെ ശപിച്ച് കളയുന്നൊക്കെ അനേകർ പറഞ്ഞ് നമ്മെ പഠിപ്പിക്കും. നമുക്കതൊന്നും ബാധകം. നമ്മുടെ ദൈവം സ്നേഹനിധിയായ ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥന കേട്ട്, നമ്മുടെ അപേക്ഷ കേട്ട്, നമ്മുടെ അഭയയാചന കേട്ട്, നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മോട് ക്ഷമിച്ച് നമ്മെ രക്ഷിക്കും. അതുകൊണ്ട് ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവത്തിനായി നമുക്ക് ഒരുങ്ങാൻ നമ്മുടെ കർത്താവിൻ്റെ വരവായിട്ടുണ്ട്. ആ വരവിൽ നമ്മൾ കൈവിട്ട് പോകരുത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശമാക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കാം. അതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം മാനിക്കുമാറാകട്ടെ. ആമേൻ.